ബോസ് മലയാളം സീസൺ 6 വിവാദ താരമായിരുന്നു അസീറോക്കി. സഹതാരമായ സിജോയെ ഇടിച്ചതിലൂടെ ബിഗ് ബോസിലെ നിയമലംഘനത്തിന്റെ പേരിൽ താരത്തെ ഷോയിൽ നിന്നും പുറത്താക്കുകയായിരുന്നു. ഫിനാലെ വീക്കിൽ പോലും റോക്കിക്ക് തിരികെ വരാൻ സാധിച്ചിട്ടില്ല. അതേസമയം ബിഗ് ബോസിൽ നിന്ന് പുറത്തായ ശേഷം സോഷ്യൽ മീഡിയയിൽ നിരന്തരം ബിഗ് ബോസിനെ കുറിച്ച് സംസാരിച്ചും മറ്റും റോക്കി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നു. ബിഗ് ബോസ് വീട്ടിലെ റോക്കി മാത്രമല്ല, റോക്കിയുടെ വ്യക്തിജീവിതവും വാർത്തകളിൽ ഇടം നേടിയിരിക്കുകയാണ്. റോക്കിയുമായി ബന്ധപ്പെട്ട് ചർച്ചയായി മാറിയ പ്രധാന വിഷയങ്ങളിലൊന്നായിരുന്നു റോക്കിയുടെ വീടായ റോക്കി മാൻഷൻ. നേരത്തെ നടിയും മുൻ ബിഗ് ബോസ് താരവുമായ അനു ജോസഫ് തന്റെ വീടെന്ന് പറഞ്ഞ് ഹോം വീഡിയോ കാണിച്ചതും ഇതേ വീടായിരുന്നുവെന്ന് സോഷ്യൽ മീഡിയയുടെ ആരോപണം. ഇതോടെ റോക്കിയും അനുവും തമ്മിലുള്ള ബന്ധം എന്തെന്ന ചോദ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ സജീവമായി മാറാറുണ്ട്. റോക്കിയും അനുവും ഒരുമിച്ചുള്ള വീഡിയോകളും ഇതിനിടെ ചർച്ചയായി മാറുകയുണ്ടായി. നേരത്തെ അനു പങ്കുവച്ചിരുന്ന ഹോം വീഡിയോയിലും റോക്കി ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ താനും അനുവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് റോക്കി. മൈൽസ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിലാണ് റോക്കിയുടെ തുറന്നു പറച്ചിൽ. റോക്കിയുടെ വീട് എന്തുകൊണ്ട് അനുവിൻ്റെ വീടെന്ന പേരിൽ ഹോം ടൂർ കാണിച്ചെന്നായിരുന്നു അവതാരകയുടെ ചോദ്യം. എന്നാൽ പുള്ളിക്കാരി എവിടുന്ന് വന്നു, അവിടെ പേര് പറയേണ്ട കാര്യമില്ല, വിവാദമുണ്ടാക്കാൻ ശ്രമിക്കരുത്, അവർ കല്യാണമൊന്നും കഴിക്കാത്ത ആളാണ്, ഇതൊക്കെ മോശമായിരുന്നു എന്നാണ് റോക്കിയുടെ ആദ്യ പ്രതികരണം. അതേസമയം ചോദിച്ചതിനാൽ ഉത്തരം പറയാം എന്നും റോക്കി പറഞ്ഞു. ഞങ്ങളുടെ വൺ ലൈഫ് എന്നൊരു പ്രോജക്റ്റാണ്, ഞാനും അവരും പങ്കാളിത്തത്തിൽ ചെയ്യുന്ന പ്രോജക്റ്റാണത്. 2 പ്രോജക്റ്റുകളും കൂടെ കൊളാബ് ചെയ്താണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. നിർമ്മാണം പൂർത്തിയാവുന്നതോടെ അത് വിൽക്കും. എങ്കിലും ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസ് പോലെ ആ വീട് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് റോക്കി പറയുന്നത്. ഈ അഭിമുഖത്തിൽ തന്നെ ജിൻഡോ ബിഗ് ബോസ് വിന്നറാക്കാൻ യോഗ്യതയില്ലെന്നും റോക്കി പറയുന്നുണ്ട്. ഞാൻ വളരെയധികം നിരാശയിലാണ്. മാനഹാനിപ്പെട്ട്, വേദനിക്കപ്പെട്ട്, നാണം കെട്ട്, അപമാനിക്കപ്പെട്ട്, ഓരോ ദിവസം ഓരോ തരത്തിൽ മാനസികമായി തളർത്തി, പലതരം വിവാദങ്ങൾ ഉണ്ടാക്കി. റോക്കി പോയ ശേഷം ഷോ കൊണ്ടുപോയ ഒരാളെന്ന ജാസ്മിൻ മാത്രമാണ്. ഫസ്റ്റ് കൊടുത്തില്ലെങ്കിൽ മിനിമം സെക്കൻഡെങ്കിലും ജാസ്മിന് കൊടുക്കണമായിരുന്നു. എന്തുകൊണ്ടാണ് ജാസ്മിനെ തഴഞ്ഞത് എന്നായിരുന്നു റോക്കി ചോദിച്ചത്. എനിക്കത് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. ജാസ്മിൻ രണ്ടാമത് വരണമായിരുന്നു, പക്ഷെ അപ്പോഴും ഫസ്റ്റ് കിട്ടിയ ആളെ ഞാൻ അംഗീകരിക്കുന്നില്ല. ഞാൻ കണ്ട 16 ദിവസത്തെ ജിൻഡോ എങ്ങനെ കപ്പെടുത്തുവെന്ന് എനിക്ക് ഊഹിക്കാനേ സാധിക്കുന്നില്ലെന്ന് റോക്കി പറയുന്നത്. ഞാൻ ആദ്യം നോമിനേറ്റ് ചെയ്തയാൾ പോലും ജിൻഡോ ആയിരുന്നു. ജിൻഡോ വഴിതെറ്റി വന്നയാളെ പോലെയാണ് തോന്നിയത്. പരക്കം പായുന്നൊരാൾ ആയിരുന്നുവെന്നും റോക്കി പറയുന്നുണ്ട്. കൂടാതെ ജിൻഡോ കപ്പടിച്ചതിന് പിന്നിൽ എന്തൊക്കെയോ നിഗൂഢതയുണ്ടെന്നും റോക്കി പറയുന്നു.